മാന്യമഹാജനങ്ങളെ, വ്യത്യസ്തവും പുതുമയുമുള്ള പരിപാടികളുമായി മീഡിയ വൺ നിങ്ങളിലേക്ക്. നിങ്ങളുടെ ഓരോ പ്രഭാതത്തിലും നിറയട്ടെ നേരിന്റെ വെളിച്ചം, വാർത്തയുടെ തെളിച്ചം. നമസ്കാരം. നമ്മുടെ യാത്ര മൂത്തേടം പഞ്ചായത്തിലാണ്. അവിടെ നെല്ലിക്കുത്ത് എന്ന് പറയുന്ന മനോഹരമായൊരു ഗ്രാമത്തിലാണ്. ഞങ്ങൾ അല്പസമയം മുമ്പ് ഇവിടെ വന്നിരുന്നു. നല്ല മഴയാണ്, നേരിയ തണുപ്പുണ്ട്. പക്ഷെ അതിനെയൊക്കെ കവച്ചു വെക്കുന്ന വലിയ ചൂടുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഇവിടെ ഈ കൊലായിലുകൾ നടക്കുകയാണ്. അപ്പോൾ നെല്ലിക്കുത്തിലെ ആളുകൾ നമ്മളെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ അതിരാവിലെ വരും എന്ന് പറഞ്ഞാൽ അപ്പോൾ മഴയായി, കുറച്ചൊന്ന് ലേറ്റായി. എന്താണ് ഈ നെല്ലിക്കുത്ത് ഗ്രാമം? അതായത് ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നെല്ലിക്കുത്ത് എന്ന് പറയുന്നത് ഒരു വനമേഖലയാണ്. ഇന്ന് പോലും കാറ്റാടിൻ്റെ ശല്യം ഉണ്ടായിട്ട് കാറ്റാണ് ഒരുപാട് കൃഷികളും വാഴയൊക്കെ നശിപ്പിച്ചൊരു പ്രദേശമാണ്, ഗ്രാമപ്രദേശമാണ്. സുന്ദരമായ ഗ്രാമമാണ്. അരുവികളും പുഴകളൊക്കെ ഒഴുകുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ ജനങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വന്യമൃഗശല്യമാണ്. പുലി, ആന, അതേപോലെ തന്നെ മയിലുകൾ. ഒരു സാധനം കൃഷി ചെയ്തുണ്ടാക്കി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു സോളാർ സംവിധാനങ്ങൾ ഇവിടെ ഇല്ല. കർഷകരാണോ കൂടുതലും? കർഷകരാണ്, കർഷകരുടെ മേഖലയാണ്. വന്യമൃഗങ്ങൾ ഒരു ശല്യമുള്ള ഏരിയയാണ്. ഇവിടെ രാഷ്ട്രീയം ചൂടുണ്ടെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ മുട്ടാവനാൻ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. അല്ല, എന്താണ് ഈ വന്യജീവി പ്രശ്നത്തിൽ നിങ്ങൾ നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത്? വന്യജീവി പ്രശ്നത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നം തന്നെയാണ്. നാട്ടിൽ ഇന്ന് കഴിഞ്ഞ് ഇന്നലെ ആ ഒരു കൂട്ടാന കയറി നശിപ്പിച്ച തെങ്ങുകളും പിന്നെ കവുങ്ങുകളും റബ്ബർ കംപ്ലീറ്റ് നശിപ്പിച്ചു. എൻ്റെ വീടിൻ്റെ താഴെയാണ് എന്ന് തന്നെയാണ് അവസ്ഥ. പിന്നെ പെൻസിലിങ് ഇവിടെ ഇട്ടീനി പറഞ്ഞത് അതൊന്നും ഇട്ടിട്ടില്ല. അത് എന്നാ ഇട്ടത്? ആര് പറഞ്ഞു ഇട്ടിട്ട്? എന്റെ പേരിന്റെ അത് എന്നിട്ടതാണ്. ശരി ശരി. അല്ല ഓക്കെ, അല്ല വരാം. അല്ല ഞാൻ വരാം, ഞാൻ വരാം. അല്ല ഞാൻ വരാം. ഓക്കെ ഓക്കെ. ഫോറസ്റ്റിലെ വലിയ വലിയ തേക്ക്, ഫോറസ്റ്റിലെ തേക്ക് മുറിച്ച് തൈകൾ വെച്ചപ്പോൾ അതിന് മാത്രം ഒരു പെൻസിലിങ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഓരോരോ വ്യക്തിൻ്റെ ഇതിലായിട്ട് ആരും ഇവിടെ ചെയ്തിട്ടില്ല. എനിക്ക് പറയാനുള്ളത്, 9 വർഷമായിട്ട് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഈ സർക്കാർ ചെയ്യാത്ത ഒരു കാര്യം ഇവർക്ക് പറയാൻ പറ്റുമോ? ഇവിടുത്തെ വികസനത്തിനെ മറച്ചു വെക്കാൻ വേണ്ടി ആനേനെയും പന്നിൻ്റെയും കാര്യം പറഞ്ഞ് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന പരിപാടിയാണ്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് പെൻഷൻ പൈസ കൊടുത്തിട്ട് അത് കൈക്കൂലിയാന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവർ. ഇവിടെ 600 രൂപ കൊടുത്തത് 1600 രൂപ വരെ ആക്കി ഈ സർക്കാർ. വീടുകൾ, ലക്ഷക്കണക്കിന് വീടുകൾ, 4 ലക്ഷം രൂപ വെച്ചുകൊണ്ട് ലൈഫിൽ എത്ര വീടുകൾ നിർമ്മിച്ചു? നിങ്ങൾക്ക് വരുമ്പോൾ അറിയാം. മലയോര ഹൈവേ, ഈ മൂത്തോടം പഞ്ചായത്തേക്ക് വരുന്ന ഹൈവേ റോഡുകൾ, ഇവിടെ പാലങ്ങൾ, വികസനത്തിനെ കുറിച്ച് ഇവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരനോ ഒരാൾ പോലും അതിനെപ്പറ്റി പറയാം. ഇവർക്ക് പറയാനുള്ളത് വെറും ഒരു പന്നി, ആന, ഇതിൻ്റെ ശല്യം. നിലമ്പൂർ വന മേഖലയിൽ എവിടെയാണ് പന്നി ഇറങ്ങാത്തത്? എവിടെയാണ് ആന ഇറങ്ങാത്തത്? ഈ കോൺഗ്രസ് സർക്കാർ ഭരിച്ച കാലത്ത് ഇവിടെ ആനയും പന്നിയൊന്നും വന്നിട്ടില്ലേ? അന്ന് ഇവിടെ കൃഷികളും വളങ്ങളൊന്നും ഇല്ലായിരുന്നോ? അന്ന് ഇതുപോലെ ഈ നെല്ലിക്കുത്ത് അങ്ങാടി കൂടി ആന വന്നിട്ടില്ലേ? പല കർഷകരും മരണപ്പെട്ടിട്ടില്ലേ? പല കൃഷികൾ നശിപ്പിച്ചിട്ടില്ലേ? പക്ഷേ ഇതിനെക്കുറിച്ച് ഇവർക്ക് പറയാനുള്ളൂ. അല്ലാതെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് കാണ്ടി എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ ഇവർക്കുണ്ടോ? ഇവിടുത്തെ ഓരോ ജനങ്ങൾക്കും അറിയാം. ഇവിടെ ഈ സർക്കാർ, പിണറായി സർക്കാർ ചെയ്തു കൊടുത്ത ഗുണങ്ങൾ ഇന്ന് ഈ ജനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ വളരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ഈ കേരള ഗവൺമെൻറ് സർക്കാരാണ്. ഇവിടെ പി.വി. അൻവർ വിജയിക്കണം. അതിന് പി.വി. അൻവർ ഇവിടെ ഇപ്പം തന്നെ ഇവിടുന്ന് സംസാരിച്ച ആൾ CPM-ൻ്റെ ആളാണ്. ഈ CPM-ൻ്റെ ആൾ തന്നെ പറയുന്നത് ഇവിടെ ഒരുപാട് വികസനങ്ങൾ വന്നിക്കണ്, ഇവിടെ ഹൈവേ വന്നിക്കണ്, ഒരുപാട് വികസനങ്ങളുണ്ട് എന്നൊക്കെ ഇപ്പം പറഞ്ഞ് ഈ സംസാരിച്ച ആൾ എൻ്റെ CPM-ൻ്റെ ആളാണ്. ഈ CPM-ൻ്റെ ആൾ സംസാരിച്ചത് പിന്നെ വികസനം വന്നതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് ഇവിടെ വികസനം കൊണ്ടുവരുന്ന ഒരാൾ തന്നെ ഇവിടെ വിജയിക്കണം. അതിന് പി.വി. അൻവറിനെ വിജയിപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി പി.വി. അൻവർ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. ഒരുപാട് വിഷമങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പി.വി. അൻവറിനെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. CPM-ൻ്റെ പ്രതിനിധി പറഞ്ഞു വികസനം നടന്നു എന്നുള്ളത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ 9 വർഷം നിങ്ങൾക്കൊരു MLA ഉണ്ടായിട്ട്, കഴിഞ്ഞ 5 വർഷം നിങ്ങൾ പഞ്ചായത്ത് ഭരിച്ചിട്ട്,
കഴിഞ്ഞ ബ്ലോക്കിൽ നിങ്ങൾ മത്സരിച്ചിട്ട് ഈ 2ാം വാർഡിന് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു MLA ഫണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ എവിടെ വികസനം ചെയ്തു എന്നാണ് പറയുന്നത്? പച്ച കള്ളം പറയാണ്. ഇല്ല, പൈസ ഫുള്ള് പുട്ടടിച്ച് തീർക്കുന്ന ഒരു സമ്പ്രദായമാണ് പിണറായി സർക്കാരിൻ്റെത്. കഴിഞ്ഞ വയനാട് ദുരന്തം നടന്നിട്ട് 1 വർഷം കഴിഞ്ഞു. 750 കോടി നിങ്ങൾ പിരിച്ചു. ഒരു വീട് നിങ്ങൾ അവിടെ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് വെറും തൊള്ളിയിൽ മാത്രമേ ഉള്ളൂ നിങ്ങളെ വികസനം വരണമെങ്കിൽ UDF വരണം. UDF കൊടുന്ന വികസനം മാത്രം പൂർത്തീകരിച്ച് പിണറായി സർക്കാർ കയ്യിലെടുക്കുകയാണ്. അപ്പോൾ നെല്ലിക്കുത്തിലെ തെരഞ്ഞെടുപ്പ് ആവേശം നമ്മൾ കണ്ടില്ലേ? ഇതാണ് നെല്ലിക്കുത്ത്. ഇവിടെ ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആളുകളുണ്ട്. അവർക്ക് പറയാനുള്ളത് നമ്മൾ കേട്ടു. അതോടൊപ്പം തന്നെ ഈ നാട് ഒന്നിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഈ നാടിനെ പൊതുവായി ബാധിക്കുന്ന വന്യജീവി ആക്രമണം, അതിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ വേണം എന്നുള്ളത് ഈ നാട് ഒരുമിച്ച് പറയുകയാണ്. തെരഞ്ഞെടുപ്പ് വരും പോകും അല്ലേ? അതെ, ഇതാണ് ഈ നാടിൻ്റെ ആവശ്യം. അതാണ് നമ്മുടെ യാത്ര തുടരുകയാണ്. ഇനി അടുത്ത സ്ഥലത്ത് കാണാം. എന്തായാലും കാണാം.